പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേത്തലിന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ധ്യാന കേന്ദ്രം സംഘടിപ്പിക്കുന്ന വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രവിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ ക്രിസ്തുയേശുവിന്റെ തന്നെ നാമത്തിൽ മുന്നമേ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് സ്ലിബ പെരുന്നാളിന് ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ച ദിവസം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നതായ വിശുദ്ധ വേദഭാഗം ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 23 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗമാണ്. വാത്സല്യമുള്ളവരെ, നമ്മൾക്ക് വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ, ഭവനത്തിൽ നോക്കുമ്പോൾ അനേകം കലണ്ടറുകൾ നമ്മുടെ വീടുകളിൽ തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഓരോ ദിവസത്തെയും ഓരോ സമയത്തെയും നിർണ്ണയിക്കുന്നതും മാസത്തെ നിർണ്ണയിക്കുന്നതും കലണ്ടർ മുഖേനയാണ്. ജനുവരിയിൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കുന്ന ഇംഗ്ലീഷ് മാസം കലണ്ടറും, ചിങ്ങമാസത്തിൽ ആരംഭിക്കുന്ന മലയാളം കലണ്ടറും, അങ്ങനെ അനേകം കലണ്ടറുകൾ നമ്മുടെ വീടുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ആരാധനയ്ക്ക് ഒരു കലണ്ടറുണ്ട്. ലിറ്റർജിക്കൽ കലണ്ടർ എന്നാണ് അതിനെ വിളിക്കുന്നത്. 7 കാലഘട്ടങ്ങളിലായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന ഈ ലിറ്റർജിക്കൽ കലണ്ടറിൽ നാം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് 7-ാമത്തെ കാലഘട്ടമായ സ്ലീബ കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സ്ലീബ പെരുന്നാളിന് ശേഷം വരുന്നതായ ദിനങ്ങൾ, കൂദശീത്ത വരെയുള്ളതായ ഈ 7-ാമത്തെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പിതാക്കന്മാർ അതിശ്രേഷ്ഠമായ ഒരു ദൈവവചനമാണ് ഈ ഞായറാഴ്ചയ്ക്ക് വേണ്ടി നമുക്കായി ക്രമീകരിച്ചിരിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ നാം ഒന്ന് സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തിന്റെ ആപ്തവാക്യമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, പിന്നെ അവൻ അവരോട്, മനുഷ്യപുത്രൻ ശാബത് നിമിത്തമല്ല, ശാബത്തിന് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശാബത്തിനും കർത്താവാകുന്നു എന്ന് പറയുന്ന ഒരു വേദഭാഗത്തിന്റെ ആപ്തവാക്യം നമുക്ക് അല്പസമയം ചിന്തിക്കാം. വാത്സല്യമുള്ളവരെ, ഇവിടെ പരീശന്മാരുടെ പരാതിയും ഗുരുവിന്റെ പ്രതികരണവുമാണ് ഈ വേദഭാഗത്തിലൂടെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു തമ്പുരാന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് പരീശന്മാരുമായുള്ള വലിയൊരു സംവാദമാണ് ഈ വേദഭാഗത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ സുവിശേഷ ഭാഗത്തിൽ, വേദഭാഗത്തിൽ ഇപ്രകാരം ചിന്തിക്കുമ്പോൾ, ആരാണ് പരീശന്മാർ, എന്താണ് പരീശന്മാരും യേശു തമ്പുരാനും തമ്മിലുള്ളതായ സംവാദം, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നതെന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം. വാത്സല്യമുള്ളവരെ, ലോകവും കാലവും മാറിയിട്ടും മാറാതെ കിടക്കുന്ന ഒന്നാണ് ഈ പരീശന്മാരുടെ വിമർശനമെന്ന് നമുക്ക് വേദഭാഗങ്ങളിലൂടെ സുവിശേഷ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, ഇപ്രകാരം പരീശന്മാരുടെ പ്രകോപനങ്ങളും അല്ലെങ്കിൽ പരീശന്മാർ യേശുതമ്പുരാനുമായി ചേർന്നു നിന്ന് യേശുതമ്പുരാനെ പല രീതിയിൽ പല പ്രാവശ്യം വിമർശിക്കുന്നതായിട്ടും അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിക്കുന്നതായിട്ടും അനേകം സ്ഥലങ്ങളിൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വേദപുസ്തകങ്ങളും ചരിത്ര താളുകളൊക്കെ പഠിക്കുമ്പോൾ അവിടെ ശാബത് ലംഘനം ആരോപിച്ചുകൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും സാധ്വികരും യേശു തമ്പുരാനുമായി ഏകദേശം 5 പ്രാവശ്യത്തോളം അവിടെ പരസ്പരം ഒരു മത്സരം നടത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ വേദഭാഗം പരിശോധിക്കുമ്പോൾ അതിന്റെ കുറ്റാരോപണം ശിഷ്യരിലാണ് ചുമത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. 4 പ്രാവശ്യത്തോളം ഇപ്രകാരം പരീശന്മാർ യേശു തമ്പുരാനോടും ശിഷ്യന്മാരോടും ഒരു കുറ്റാരോപണം ചുമത്തുന്നതായിട്ടും അവിടെ സങ്കടകരമായ വാക്കുകൾ സംസാരിക്കുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ വേദഭാഗം തന്നെ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ഇതേ സംഭവം തന്നെ പല ആവർത്തി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാർ കതിർമണികൾ അടർത്തിയെടുക്കുന്നതും അപ്രകാരം അതിന് വിശപ്പിന് ശമനം തേടുന്നതുമായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ മത്തായിയുടെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷത്തിലും ഇതേ വേദഭാഗം രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, പരീശന്മാർ പരാതികൾ പറയുമ്പോൾ ഗുരുവിന്റെ പ്രതികരണം എപ്രകാരമാകുന്നു എന്നുള്ളതായ വേദഭാഗമാണ്. 2 കാര്യങ്ങളാണ് ക്രിസ്തു നമ്മോട് ഈ ദിവസം ഓർമ്മപ്പെടുത്തുന്നത്. ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി യേശുതമ്പുരാൻ ഇതിനൊക്കെ മറുപടി കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് യേശുതമ്പുരാന്റെ ക്ഷമയെ പറ്റിയാണ്. പരീശന്മാരും സാധുക്കരും യേശുതമ്പുരാന്റെ സന്നിധിയിലേക്ക് വന്ന് ഇപ്രകാരം സംസാരിക്കുമ്പോൾ ഇവിടെ ക്രിസ്തു
നമ്മുടെ മുമ്പാകെ മാതൃകയായിട്ട് ക്ഷമയായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ദേവാലയങ്ങളായിക്കൊള്ളട്ടെ, കുടുംബ പശ്ചാത്തലങ്ങളായിക്കൊള്ളട്ടെ, ജോലി മേഖലകളായിക്കൊള്ളട്ടെ, നമ്മൾ കടന്നു പോകുന്ന ഏത് സ്ഥലങ്ങളിലായിക്കൊള്ളട്ടെ, അവിടെയെല്ലാം നമ്മുടെ ക്ഷമ എവിടെയാണ്? ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന ക്ഷമയോടുകൂടി ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ക്ഷമ എവിടെയാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്ഷമയോടും സ്നേഹത്തോടും വിനയത്തോടും സൗമ്യതയോടും കൂടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ ഓരോ അർത്ഥതലങ്ങളിലും പൂർണ്ണതയിൽ എത്തിച്ചേരുകയുള്ളൂ എന്ന് യേശുതമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ദിവസത്തിൽ നമുക്ക് ചിന്തിക്കാം, മനസ്സിലാക്കാം. സഭാപിതാവായ വിശുദ്ധനായ മോർ അഫ്രൈം ഇപ്രകാരം ഒരു നിർവചനം കൊടുക്കുന്നുണ്ട്: മിതത്വം പാലിക്കുക, എല്ലാവരോടും സഹവർത്തിക്കുക. എത്രയോ ശ്രേഷ്ഠമായ ഒരു ആപ്തവാക്യമായിട്ടാണ് വിശുദ്ധനായ മോർ അഫ്രൈം പിതാവ് ഈ ദിവസത്തിൽ നമ്മോട് ചേർന്ന് വരുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ ഞാൻ ഓർക്കുന്നു ഒരു കുടുംബത്തിൽ നടന്നതായ ഒരു അനുഭവം. 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. 2 കുഞ്ഞുങ്ങളും ഇരട്ടക്കുട്ടികളായിട്ട് ജനിച്ച മക്കൾ. അവർ വളർന്നു വരുന്നു. മുതിർന്ന കുട്ടികളായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മാതാപിതാക്കൾ ആഗ്രഹിച്ചു, ഈ കുഞ്ഞുങ്ങളുടെ ഒരു ജന്മദിനം നമുക്ക് ആഘോഷിക്കണം. പ്രിയമുള്ളവരെ, ആ കുടുംബത്തിലെ 1ാമത്തെ മകൻ പറഞ്ഞു, ഇന്ന കളറിലുള്ളതായ, ഇത്ര ടേസ്റ്റ് ഉള്ളതായി ഇന്ന കേക്ക് ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞു. മറ്റേ ആളും പറഞ്ഞു, അത് വേണ്ട, ഇന്നത് മതി എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ കേക്ക് വന്നപ്പോൾ തന്റെ 2ാമത്തെ കുഞ്ഞ് പറഞ്ഞതായ കേക്കായിരുന്നു വീട്ടിലേക്ക് വന്നത്. ഇളയ കുട്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞ കേക്ക് കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ പ്രശ്നമുണ്ടാക്കി. മൂത്തയാൾ പറഞ്ഞു, ഈ കേക്ക് മുറിച്ച് കഴിച്ചാൽ എന്താണ് കുഴപ്പം? പരസ്പരം ഒരു മത്സരമായി, ബഹളമായി. ബന്ധുമിത്രാദികളും ചാർച്ചക്കാരൊക്കെ വീട്ടിലേക്ക് കടന്നു വന്നിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം ആ കുടുംബത്തിൽ നടന്നത് 2 കുട്ടികളുടെയും ബർത്ത്ഡേ ആഘോഷിക്കുവാൻ വേണ്ടി വന്ന കേക്ക്, അത് 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ച് അത് നശിപ്പിച്ച് കളയുകയും വീട്ടിലെല്ലാവർക്കും വേണ്ടി ഒരുക്കി വെച്ചിരുന്നതായ ഭക്ഷണ പദാർത്ഥം കഴിക്കാതെ എല്ലാവരും പിരിഞ്ഞു പോവുകയും പിറ്റേ ദിവസം രാവിലെ കുഞ്ഞുങ്ങളുടെ അമ്മ ഈ ഭക്ഷണം എടുത്ത് വേസ്റ്റ് കുഴിയിലേക്ക് ഇടുമ്പോൾ, പ്രിയമുള്ളവരെ, അമ്മ സങ്കടത്തോടുകൂടി ചിന്തിച്ചത് എന്താണ്? നിസ്സാര ഒരു പ്രശ്നങ്ങൾ, പരസ്പരം പറഞ്ഞു തീർക്കേണ്ട ചില പ്രശ്നങ്ങൾ കൊണ്ട് എന്താണ് സംഭവിച്ചത്? ആ കുടുംബത്തിലെ സന്തോഷവും സമാധാനവുമാണ് നഷ്ടപ്പെട്ടു പോയത്. വാത്സല്യമുള്ളവരെ, ഇവിടെ ക്രിസ്തു നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്, പരീശന്മാരും സാധുക്കരുമെല്ലാം യേശുതമ്പുരാന്റെയും ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുമ്പോൾ ഭാരപ്പെടുത്തുന്ന സംസാരം പറഞ്ഞപ്പോഴും അവിടെയെല്ലാം യേശുതമ്പുരാന്റെ ക്ഷമയാണ്. ക്ഷമയോടുകൂടി സ്നേഹത്തോടുകൂടി തക്കതായ മറുപടി കൊടുക്കുന്ന ഒരു യേശുതമ്പുരാനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2ാമതായിട്ട് ഈ വിഷയത്തിൽ, ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പുതിയ വഴിയെ ഒരുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പുതിയ വഴി ഒരുക്കേണ്ടത്? പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തിലൂടെ നാം ചിന്തിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, ശിഷ്യന്മാർ കതിർമണികൾ അടർത്തിയെടുക്കുന്നതായിട്ടും അത് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. 2ാമതായിട്ട് കർത്താവിനായിട്ട് വഴിയൊരുക്കുവാൻ വേണ്ടി വന്നവരെയും നമുക്ക് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ 2 കാര്യങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ആരാണ് വഴി? യേശുദമ്പുരാൻ പറയുന്നുണ്ട്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്റെ വഴിയിലൂടെ, ഞാൻ കാണിച്ചു തന്ന വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. പുതിയ വഴി എന്ന് പറയുന്നത് എന്താണ്? ഉറങ്ങിക്കിടക്കുന്നതായ അവരുടെ ഹൃദയത്തെ ഉണർത്തുന്ന ഒരു യേശുദമ്പുരാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 2ാമതായിട്ട് ഇരുണ്ടുപോയ ഭവനങ്ങളിൽ പ്രകാശം പരത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെയും ഈ 2 ആപ്തവാക്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിലേക്കാണ് കടന്നു വരേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കാണ് കടന്നു വരേണ്ടത്. ഉറങ്ങിക്കിടക്കുന്ന അവരുടെ ഹൃദയത്തെ ഉണർത്തി. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം ഉറങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം മൗനമായിരിക്കുകയാണോ? നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം അന്ധകാരപൂരിതമായ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണോ എന്ന് നോക്കണം. പ്രിയമുള്ളവരെ, ഇരുണ്ടുപോയ ഭവനത്തിൽ പ്രകാശം പരത്തേണ്ടത് ആരാണ്? അല്ലെങ്കിൽ ആര് മുഖാന്തരമാണ് പ്രകാശമായി തീരേണ്ടത്? ഇപ്രകാരം വചനം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങളുടെ വിളക്ക് തെളിയിച്ച് നിലവറയ്ക്കകത്തോ പറയന്റെ കീഴിലോ വെക്കരുത്, മറ്റുള്ളവർക്ക് പ്രകാശം കാണുവാൻ തണ്ടിന്മേലത്തിലെ തെളിയിച്ചു വെക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മളാണ് നമ്മുടെ ജീവിതത്തെ സ്വയം പ്രകാശിപ്പിക്കേണ്ടത്. നമ്മളാണ് മറ്റുള്ളവർക്ക് ദൈവം നമുക്ക് കാണിച്ചു തന്ന ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറയുന്ന വചനം നമ്മളിലേക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത് നമ്മൾ മാത്രമാണ്. മറ്റാരും വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കില്ല. സഭാപിതാവായ വിശുദ്ധനായ മോർ ഇഗ്നാത്യോസ് ഇപ്രകാരം ശ്രേഷ്ഠമായൊരു നിർവചനം കൊടുക്കുന്നുണ്ട്.
പുതിയ വഴികളെ തിരഞ്ഞെടുക്കുക. ശ്രദ്ധിക്കുക, പുതിയ വഴികളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ നടന്നു പോകുന്ന, സഞ്ചരിക്കുന്ന, എടുക്കുന്ന തീരുമാനങ്ങൾ അത് പുതുക്കമുള്ളതായി തീരണം. പുതിയ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ സ്ലീബ കാലഘട്ടത്തിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യമായിട്ട് യേശു തമ്പുരാൻ കാണിച്ചു തന്നതായ ആ ക്ഷമയുടെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കണം. പരീശന്മാരും സാദീക്കരും യേശു തമ്പുരാൻ അടുക്കൽ വന്ന് സങ്കടകരമായ സംസാരങ്ങൾ ഉണ്ടായപ്പോഴും യാതൊരു വിമർശന ബുദ്ധിയോടുകൂടി കാണാതെ, മറിച്ച് സ്നേഹത്തോടും വിനയത്തോടും സൗമ്യതയോടും ക്ഷമയോടും കൂടി തന്റെ ജീവിതം നമുക്ക് പ്രദാനം ചെയ്തു, കാണിച്ചു തന്നു. രണ്ടാമതായിട്ട് കാണിച്ചു തന്നു, ഉറങ്ങിക്കിടന്ന മനുഷ്യരുടെ ഹൃദയത്തെ പ്രകാശപൂരിതമാക്കി ഉണർത്തിയെന്ന് കാണും. അന്ധകാര ശക്തികളിൽ നിന്നും സന്തോഷത്തിന്റെ, നന്മയുടെ ദിനങ്ങളിലേക്ക് കടന്നുപോയി. പ്രിയമുള്ളവരെ, ഈ സ്ലീബ കാലഘട്ടത്തിന്റെ സുന്ദരസുമുഖമായ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മഹാപരിശുദ്ധനായ മോർ ബസേലിയോസ് എൽദോബാവയുടെ പെരുന്നാൾ ഈ ദിനം മലങ്കര സഭ ആഘോഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനത്തോട് ചേർത്ത് വെക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ എൽദോമാർ ബസേലിയോസ് ബാവ വന്നതായ വഴികൾ, അവൻ പുതിയ വഴികളെ തിരഞ്ഞെടുത്ത് വന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? മലങ്കരയിലെ നമ്മളെ തേടി, നമ്മുടെ മക്കളെ തേടി ആ ഇടയൻ 339 വർഷങ്ങൾക്ക് മുമ്പ് കടന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ചക്കാലക്കുടിയിൽ പരിശുദ്ധനായ മോർ ബസേലിയോസ് എൽദോബാവ വന്നപ്പോൾ അവിടെ കണ്ടതായ ഒരു നായർ യുവാവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ കാണുന്ന ഒരു ദേവാലയം, അങ്ങോട്ടുള്ള വഴി എവിടെയാണ്? പുതിയ വഴിയെ പകർന്നു കൊടുക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു മനുഷ്യൻ ഇന്ന് ചരിത്രത്തിൽ ഉറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ 90-കാരനായ മനുഷ്യൻ ഈ മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ടെങ്കിൽ, ഈ സ്ലീബ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ വിശുദ്ധന്മാർ കാണിച്ചു തന്ന വഴികൾ, അവർ നമുക്ക് പകർന്നു തന്ന പ്രകാശം, ആ പ്രകാശ വലയത്തിൻ കീഴിൽ നമുക്കായിരിക്കാം. മഹാപരിശുദ്ധനായ മോർ ബസേലിയോസ് ബാവ മലങ്കര മണ്ണിലേക്ക് വന്നപ്പോൾ അദ്ദേഹം 2 കാര്യങ്ങളാണ് മനസ്സിൽ ചേർത്ത് വെച്ചത്. ഒന്നാമതായിട്ട്, ലക്ഷ്യത്തിലെത്തുന്നതുവരെയും പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിച്ചു. പ്രിയമുള്ളവർ, ചിന്തിക്കണം, എത്രമാത്രം പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലെത്തുന്നതുവരെയും പ്രതിസന്ധികളെ മറികടക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. രണ്ടാമതായിട്ട്, കഷ്ടപ്പാടിൽ ദൈവത്തെ ആശ്രയിച്ചു. മലങ്കര മക്കളെ തേടി കാടും മേടും അലഞ്ഞിവിടെ വന്നപ്പോഴും പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ട കാര്യം, കഷ്ടപ്പാടിൽ, സഹനങ്ങളിൽ, പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിലും കുറ്റങ്ങൾ പറയാതെ, പ്രശ്നങ്ങൾ പങ്കുവെക്കാതെ, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേർന്ന വിശുദ്ധന്മാരെ കാണുന്നുണ്ട്. മത്സരമുള്ളവരെ, വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ പുതിയ വഴികളെ തേടുവാൻ നമുക്ക് സാധിക്കണം. സങ്കടകരമായ, പ്രയാസകരമായ, ബുദ്ധിമുട്ടുള്ളതായ വഴികളെ, അന്ധകാര ശക്തികളെ അങ്ങ് മാറ്റിവെച്ചിട്ട് സന്തോഷത്തിന്റെ അനുഭവത്തിൽ നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.